viewers, welcome back to my channel. So ഇന്നത്തെ വീഡിയോ ബാക്ക്പാക്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം സാധാരണ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ട്രിപ്പിന് പോകുന്ന സമയത്തോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക്പാക്സ് ആണ്. അപ്പം മുന്നേയും ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് വൺ ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. കംപ്ലീറ്റ്ലി പീച്ചും ജസ്റ്റ് ബോർഡർ പോലെ ബ്ലാക്കും വരുന്നുണ്ട്. ഇത് സിബ് ആണെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്ഡാണ് ഈ ഒരു ബാഗ് വരുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി വൈഡ് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ബാഗ് ഓപ്പൺ ആവുന്നത് തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റാണ് ഇതിനുള്ളത്. പിന്നെ അത് കൂടാതെ ഒരു സിബ്ബർ പോക്കറ്റും ഉള്ളിലുണ്ട്, അതല്ലാത്ത ടൈപ്പ് ഒരു പോക്കറ്റും ഉള്ളിലുണ്ട്. അപ്പോൾ ഓവറോൾ കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. ഒരു അംബ്രല, 2-3 ബുക്സ്, വേണമെങ്കിൽ സ്പെക്സ്, അങ്ങനെയുള്ള കുറച്ച് വാട്ടർ ബോട്ടിൽ വേണമെങ്കിലും കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു ബാഗ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇന്നർ പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കീയും ക്യാഷും ഒക്കെ നമുക്ക് ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അത് കൂടാതെ ഇവിടെ ഒരു ക്വിക്ക് സൈഡ് പോക്കറ്റ്സും ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അംബ്രലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മൊബൈലൊക്കെ ജസ്റ്റ് ക്വിക്കായിട്ട് എടുക്കാൻ വേണ്ടി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. ഇവിടെ നമുക്കിവിടെ ഒരു ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാഗിൻ്റെ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ അലൻസോളി ആണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ലോഗോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയുക, മേലെ ഇങ്ങനെ പിടിക്കാനുള്ള ഹാൻഡിലുണ്ട്. അതുകൂടാതെ നല്ല പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോൾഡർ സ്ട്രാപ്പും വരുന്നുണ്ട്. ഇതും എല്ലാം പീച്ച് കളർ കോമ്പിനേഷനാണ് വരുന്നത്. സ്ട്രാപ്പാണെങ്കിൽ അതിൻ്റെ ബക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളറാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിവിടെ ഒരു വിഡ്ത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്പേസിൻ്റെ. അപ്പോൾ ഓരോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എനിക്കിഷ്ടമായി. പിന്നെ ആകെ മൊത്തം ഒരു സ്ക്വയർ ഷേപ്ഡ് ആയതുകൊണ്ടുള്ളൊരു ഭംഗിക്കുറവ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു യെല്ലോ കളറിൻ്റെ ബാക്ക് പാക്കാണ്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ലുക്കാണ് ഈ ഒരു ബാക്ക് പാക്കിനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിബ്ബർ പോക്കറ്റ് അല്ലാതെ ഇങ്ങനെ ഒരു ബട്ടൺ ക്ലോഷർ വരുന്ന പോക്കറ്റാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ക്യാഷ് ജസ്റ്റ് ബസ്സിനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കർച്ചീഫ്സ് വേണമെങ്കിലോ ID കാർഡ് വേണമെങ്കിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രണ്ട് പോക്കറ്റ് തന്നെയാണിത്. നെക്സ്റ്റ് വൺ ഒരു സിബ്ബർ കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതും അത്യാവശ്യം നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിബ്ബർ കമ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. അത് കൂടാതെ ഇന്നർ പോക്കറ്റ്സും ഉണ്ട്. ഇന്നറിൽ ഒരു എന്താ പറയുക, സിബ്ബർ പോക്കറ്റും ഉണ്ട്, അതല്ലാത്തൊരു പോക്കറ്റും ഉണ്ട്. അപ്പോൾ മുന്നത്തെ പോലെ തന്നെ ഈ ഒരു പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൊബൈലോ അല്ലെങ്കിൽ ചെറിയ വാലറ്റ്സോ ID കാർഡ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ സിബ്ബർ പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വേണമെങ്കിൽ കോംബോ അല്ലെങ്കിൽ മൊബൈൽസോ ചെറിയ നോട്ട് പാഡ്സൊക്കെ നമുക്ക് എന്താ പറയുക കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട് ആ ഒരു സിബ്ബർ കമ്പാർട്ട്മെൻറ്റിന്. പിന്നെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള മെയിൻ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇച്ചിരി നോട്ട് ബുക്സും അതേപോലെ ചെറിയ വാട്ടർ ബോട്ടിലും അമ്പറിലൊക്കെ കീപ്പ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. നല്ലപോലെ ലെങ്തി ആയിട്ടുള്ള സ്ട്രാപ്സാണ്, ഷോൾഡർ സ്ട്രാപ്സാണ് വരുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലും ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ കളർ വൈസ് ആണെങ്കിലും അല്ലാതെ സ്പേസും ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബാഗാണിത്. വളരെ ചെറിയൊരു ബാഗാണ്, എന്നാൽ എല്ലാം തന്നെ കൊള്ളുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ സ്ക്രീനിലെയും ഐവട്ടലിലെയും കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.